ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ BSc അഗ്രികൾച്ചറിന് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെ വർഷത്തെയും ഒരു ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു 90% എബവ് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് ചാൻസിലോ അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടോ ഒക്കെ വരുന്ന സമയത്ത് അഡ്മിഷൻ ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്കൊരു വാല്യൂ പറഞ്ഞ് അത് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാലും ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എത്രയൊക്കെ ചേഞ്ചസ് വരുമ്പോൾ ഏതൊക്കെ പെർസെൻറ്റേജ് വരെ ചാൻസസ് ഉണ്ട് എന്നൊന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 90% എബവ് ഉള്ള കുട്ടികൾക്ക് ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ വർഷത്തെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, IARI ഡൽഹിയുടെ UG അഡ്മിഷൻ പ്രോസസ്സ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 300-ലധികം സീറ്റുകളുടെ ഒരു കുറവ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് വരുന്നത് കൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു ചലഞ്ചസ് മീൻസ് കുറച്ച് കൂടുതൽ കുട്ടികൾ അവിടെ പ്രിഫറൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രിഫറൻസ് ലിസ്റ്റിലേക്ക് ഒരുപാട് കുട്ടികൾ അത് പ്രിഫറൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് അധികം കോമ്പറ്റീഷൻ വരാൻ ഈ വർഷം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 92% വരെയുള്ള കുട്ടികളൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഒരു സേഫ് സോണിൽ എത്തുന്നത്. എന്നാൽ ഒരു 5% മുതൽ ഒരു 7% വരെ നമുക്കൊരു പ്ലസ് ഓർ മൈനസ് എപ്പോഴും പറയാൻ സാധിക്കും. അതായത് ഒരു 85% എബവ് വരെ നമുക്ക് തേർഡ് റൗണ്ടിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ ലാസ്റ്റ് നമുക്ക് ഒരു മോപ്പ് റൗണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് കുറച്ചുകൂടി ഡൗണിലേക്ക് പോകാനും സാധ്യതയുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ എത്ര സീറ്റ്സ് ഉണ്ട്, എത്ര കുട്ടികളാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പെർസെൻറ്റൈൽ നമുക്കൊരു ലാസ്റ്റ് പെർസെൻറ്റൈൽ എവിടെ വന്ന് നിൽക്കും എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റബിൾ അല്ല. എന്നാലും നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഇതുവരെ ആയിരിക്കാം എന്ന് നമുക്ക് പറയാനേ സാധിക്കും. സോ ഇഫ് യു ഹാവ് എബവ് 90 then you are safe. ഇഫ് യു ആർ ഓൺ or above 85% നിങ്ങളൊരു ബ്രിമ്മിലാണ് നിൽക്കുന്നത്, ചിലപ്പോൾ ഇത് കിട്ടാതിരിക്കാം. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.